ഭരണകാലത്ത് നടന്നതാണ്. സംഭവിച്ചത് എന്താണെന്നോ? ഹൈറോൺ ചക്രവർത്തി ഒരു സ്വർണ്ണ കിരീടം പണിയിച്ചു. പണിതീർന്ന ആ കിരീടം രാജകൊട്ടാരത്തിലെത്തി. ആയ്, എന്തൊരു തിളക്കം! കണ്ണു മഞ്ഞളിക്കുന്നു. പണി നന്നായിട്ടുണ്ടല്ലേ മന്ത്രി? അതേ തിരുമേനി, സ്വർണത്തിൽ എഴുതിയ കവിത പോലെ. കിരീടം നമുക്ക് ഇഷ്ടമായി, പക്ഷേ നമുക്കൊരു സംശയം. തനിക്കട്ടി സ്വർണത്തിൽ തീർത്തതാണത്രേ. വേണമെങ്കിൽ തൂക്കി നോക്കാമല്ലോ. തൂക്കത്തിന്റെ അല്ല, മാറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്. സ്വർണം എടുത്ത ശേഷം അത്രയും തൂക്കം ചെമ്പു ചേർക്കാമല്ലോ. അത് നാം എങ്ങനെ കണ്ടുപിടിക്കും? മാറ്റൊഴിച്ച് നോക്കിയാലോ? ഈ സുന്ദരമായ കലാസൃഷ്ടിയിൽ പോറൽ വീഴ്ത്തുകയോ? വേണ്ട വേണ്ട. പിന്നല്ലാതെ മാറ്റിന്റെ കാര്യം നമ്മൾ എങ്ങനെ ബോധ്യപ്പെടും? അതാണ് നാമം ആലോചിക്കുന്നത്. ആരെവിടെ? പണ്ഡിതനായ ആർക്കമിഡിസിനെ ആനയിക്കും. ആർക്കമിഡിസ്, സ്വാഗതം. സുഖമല്ലേ? അവിടുത്തെ കാരുണ്യം കൊണ്ട്. ആർക്കമിഡിസ്, നാം പണിയിച്ച ഈ സ്വർണ്ണ കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയണം. പക്ഷേ ഒരു കാര്യം, കിരീടത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുത്. തിരുമേനി, അടിയൻ ഒരാഴ്ച സമയം അനുവദിക്കണം. ആർക്കമിഡിസ്, താങ്കൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ? അടിയന് മനസ്സിലായി. ഇക്കുറി ഇത്തവണ ആർക്കിമിഡീസിന്റെ തല പോകുമെന്നാണ് തോന്നുന്നത്. ആർക്കിമിഡിക്സ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഇതിനേക്കാൾ പ്രയാസമേറിയ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നേരോ? പിന്നില്ലാതെ അന്നൊരിക്കൽ കപ്പൽ പൊന്തിയത് ആർക്കിമിഡീസിന്റെ ബുദ്ധിയായിരുന്നില്ലേ? അതെ അതെ, അത് നാം നേരിൽ കണ്ടതാണ്. ഒരാളെ കൊണ്ടൊരു കപ്പൽ പൊന്തിക്കുക. ആർക്കിമിഡീസ് കരയിൽ അസംഖ്യം കപ്പലുകൾ കെട്ടിത്തൂക്കി. അവയിലൂടെ ചുറ്റിയെടുത്ത കയറിന്റെ അറ്റം മറ്റൊരു കപ്പലുമായി കൂട്ടിക്കെട്ടി. മറ്റേ അറ്റം ഒരു കപ്പലിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അതാ കപ്പൽ പൊങ്ങുന്നു. നേരോ? അതേ സുഹൃത്തെ, ജനങ്ങൾ അന്തം വിട്ടുപോയി. പക്ഷേ ഈ തവണ ആർക്കിമിഡീസിന്റെ ബുദ്ധി തോറ്റത് തന്നെ. നിങ്ങൾക്ക് എന്തറിയാൻ സുഹൃത്തെ? ആർക്കിമിഡിക്സ് ജയിക്കും. പന്തയം. എന്നിട്ടെന്റെ ഇപ്പോൾ ദിവസം 6 കഴിഞ്ഞല്ലോ. ആർക്കിമിഡീസിനെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടുണ്ടോ? ഇന്നാണ് അവസാന ദിവസം. ആർക്കിമിഡിക്സിന്റെ ശബ്ദമല്ലേ അത്? കണ്ടെത്തി പ്രഭോ. കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് അടിയന് കണ്ടുപിടിക്കാം. ആർക്കമിഡിസ്, താങ്കൾക്ക് പരിസരബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്കൾ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ലല്ലോ. ക്ഷമിക്കണം പ്രഭു, കുളിക്കാനായി വെള്ളം നിറച്ച പാത്രത്തിൽ ഇറങ്ങിയപ്പോഴാണ് അടിയന് വഴി കണ്ടെത്താനായത്. ഓ, അപ്പോൾ എല്ലാം മറന്നു അല്ലേ? പോയി വസ്ത്രങ്ങൾ ധരിച്ച് കാര്യാഗ്രഹത്തിലേക്ക് വരൂ. പ്രഭോ, സംഗതി ഇതാണ്. നമ്മൾ കിരീടത്തിന്റെ അത്ര തൂക്കമുള്ള സ്വർണ്ണക്കെട്ടി പാത്രത്തിലെ വെള്ളത്തിലിട്ടപ്പോഴാണ് ജലനിരപ്പ് പാത്രത്തിന്റെ വക്ക് വരെ എത്തി, ഇല്ലേ? നാം അത് കണ്ടതാണ്. പിന്നീട് കിരീടം ഇട്ടപ്പോഴോ ജലം പാത്രത്തിൽ നിന്ന് കവിഞ്ഞൊഴുകി. പക്ഷെ അതുകൊണ്ട് കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. കള്ളം കള്ളം, ഇയാൾ മാന്ത്രികനാണ്. ശില്പിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ക്ഷമിക്കണം പ്രഭോ, ആരോപണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? അടിസ്ഥാനമില്ലെന്നാണോ? ആർക്കമിഡീസിനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങ് അനുവദിക്കണം. അനുവദിച്ചിരിക്കുന്നു. ആർക്കമിഡീസ്, താങ്കളുടെ ചെപ്പടി വിദ്യ കൊള്ളാം. കിരീടത്തിന് സ്വർണ്ണക്കട്ടിയേക്കാൾ വലിപ്പമുണ്ട്. അതുകൊണ്ടല്ലേ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകിയത്? സ്വർണ്ണക്കട്ടി അടിച്ചു പറ്റി താങ്കൾ കിരീടത്തിന്റെ രൂപത്തിലാക്കി. ഒട്ടും സ്വർണം നഷ്ടപ്പെടാതെയല്ലേ? അതെ. അപ്പോൾ കിരീടം വീണ്ടും അടിച്ച് സ്വർണ്ണക്കട്ടിയാക്കിയാൽ ആദ്യത്തെ സ്വർണ്ണക്കട്ടിയുടെ വലിപ്പം തന്നെ ഉണ്ടായില്ലേ? പറയൂ ശില്പി. അതുകൊണ്ട് മായം ചേർത്തു എന്ന് പറയുന്നത് എങ്ങനെ? നീയും ബോധ്യമായില്ലേ? എങ്കിൽ ചോദിക്കട്ടെ, ഒരു തൂക്കം സ്വർണ്ണക്കട്ടിയും ഒരു തൂക്കം ചെമ്പിൻ കട്ടിയും ഇട്ടാൽ ഏതിനാണ് വലിപ്പം കൂടുതൽ? തീർച്ചയായും ചെമ്പിൻ കട്ടിക്കാവും. അരത്തൂക്കം സ്വർണവും അരത്തൂക്കം ചെമ്പും ചേർത്തുണ്ടാക്കിയ ലോഹമുണ്ടെന്ന് വെക്കൂ. അതിനാണോ തികച്ചും ഒരു തൂക്കം? സ്വർണ്ണക്കട്ടിക്കാണേ വലിപ്പം കൂടുതൽ ഉണ്ടാവുക. അത് ചെമ്പ് ചേർത്ത സ്വർണത്തിനായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മഹാരാജാവെ, ശില്പി ശുദ്ധമായ സ്വർണത്തിൽ ചെമ്പ് കലർത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിറവും തിളക്കവും ഒക്കെ എങ്ങനെയുണ്ടാവും? നിറവും തിളക്കവും ഉണ്ടാക്കാൻ സ്വർണ്ണപ്പണിക്കാരനായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടയില്ലല്ലോ. മഹാരാജാവെ, ഈ കിരീടത്തിന്റെ ദ്രവ്യത്തിന്റെ, അതായത് സ്വർണവും ചെമ്പും കലർന്നിട്ടുള്ള ലോക സങ്കരത്തിന്റെ വ്യാപ്തം അതേ തൂക്കത്തിലുള്ള സ്വർണത്തിന്റെ വ്യാപ്തത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ജലം കവിഞ്ഞൊഴുകിയത്.
താങ്കൾ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ശില്പി, സത്യം പറയൂ, താങ്കൾ ശുദ്ധമായ സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒരു കൈപ്പിഴ പറ്റിപ്പോയി തിരുമേനി. അത് ആദ്യം തന്നെ പറയണമായിരുന്നു. ആരെവിടെ? ഈ ശില്പിയെ ബന്ധനസ്ഥനാക്കൂ. നാളെ പ്രഭാതത്തിൽ നമ്മുടെ പ്രധാന വേദിയിൽ വെച്ച് പൗരമുഖ്യരുടെയും വണിക്കുകളുടെയും മഹാജനങ്ങളുടെയും മുൻപിൽ സത്യം മറച്ചു പിടിച്ച ഈ ശില്പിയുടെ 2 കൈകളും വെട്ടിക്കളയുക. പ്രഭോ, അടിയൻ മാപ്പ്. ഈ ഹൈറോൺ ഒരിക്കലെടുത്ത തീരുമാനം മാറ്റില്ല. ആർക്കമിഡിസ്, തങ്ങളുടെ കഴിവിൽ ഈ രാജ്യത്തിന്റെ ഭരണാധിപനായി നാം അഭിമാനിക്കുന്നു. അവിടുത്തെ കാരുണ്യം. ആർക്കമിഡീസിൻ തത്വം. നാം യുറീക്കയിലൂടെ ഓർക്കും തത്വം. ദിവ്യത്തിൻ പ്ലവന തത്വം. ആർക്കിമിഡീസിൻ തത്വം. നാം യുറീക്കയിലൂടെ ഓർക്കും തത്വം. ദിവ്യത്തിൻ പ്ലവന